5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമസ്കാരം. നമ്മുടെ ജി സുധാകരൻ സാർ, ആലപ്പുഴ സാറൊക്കെ ഈ പണി മതിയാക്കണം. എന്തിനാ സാറിന് രാമായണം നന്നായിട്ട് വായിക്കാൻ അറിയാം. സാറ് രാമായണം വായിക്കും, വലിയ സ്കോപ്പാണുള്ളത്. സാറിന് മഹാഭാരതം അറിയാം, മാർക്സിസം ലെനിനിസം നന്നായി പറയാൻ അറിയാം. സാറ് എന്തിനാ സാറേ ഇങ്ങനെ ഈ പാർട്ടിക്കകത്ത് നിൽക്കുന്നത്? അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം നടത്തുമ്പോഴെങ്കിലും അടിയന്തരാവസ്ഥയിൽ ജയിലിൽ കിടന്നവരെ വിളിക്കണ്ടേ? അദ്ദേഹത്തിൻ്റെ തട്ടകത്തിൽ, ജി സുധാകരൻ്റെ തട്ടകത്തിൽ അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്തിരുന്ന് നല്ല പെർഫോമൻസ് നടത്തിയത് കൊണ്ട്, പലപ്പോഴും മുഖ്യമന്ത്രിയേക്കാൾ പേര് കിട്ടിയതുകൊണ്ട് തോമസ് ഐസക്കിനെയും ശൈലജ ടീച്ചറിനെയും പിന്നെ നമ്മുടെ ജി സുധാകരനെയും പ്രായം എന്നൊക്കെ പറഞ്ഞ് മാറ്റി. അതിൽ തോമസ് ഐസക് എന്ത് ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ കുറച്ചുകൂടി അദ്ദേഹത്തിനെ എവിടെ കൊണ്ടിട്ടാലും 4 കാലിൽ നിൽക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം വിജ്ഞാന കേരളം എന്നൊക്കെ പറഞ്ഞ് കേരളമാകെ ഇപ്പോൾ നിറഞ്ഞ് അങ്ങനെ പോവുകയാണ്. ശൈലജ ടീച്ചറാണെങ്കിൽ വീണ്ടും അടുത്ത മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ ആവാമല്ലോ, ഞാൻ എന്തിനാണ് ഇനി ബഹളമൊക്കെ ഉണ്ടാക്കുന്നത് വിചാരിച്ച് വളരെ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തിയായിട്ട് പോകുന്നു. എന്നാൽ സുധാകരൻ ചേട്ടൻ അങ്ങനെയല്ല, സഖാവ് അങ്ങനെയല്ല. ഇടയ്ക്കിടയ്ക്ക് ബഹളം ഉണ്ടാക്കുന്നുണ്ട്, കുറേ സത്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയും. ഈ യുദ്ധ സമയത്ത് ചില സത്യങ്ങൾ പറഞ്ഞു, പാർട്ടി എന്ത് പറയുന്നു അതിന് വിരുദ്ധമായിട്ടുള്ള ചില സത്യങ്ങൾ പറയും. KPCCയുടെ യോഗത്തിൽ പോകുന്നു, പ്രിയദർശിനി ബുക്സിൻ്റെ പബ്ലിക്കേഷനിൽ പോകുന്നു, അവരുടെ പ്രസിദ്ധീകരണ വിഭാഗത്തിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ പോയി സത്യങ്ങൾ പറയുന്നു. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരൻ സത്യം പറയാൻ പാടുണ്ടോ? അങ്ങനെ പറയുകയാണെങ്കിൽ അത് പാർട്ടിയുടെ ബ്രാഞ്ചിലോ ലോക്കൽ കമ്മിറ്റിയിലോ ഏരിയ കമ്മിറ്റിയിലോ ജില്ലാ കമ്മിറ്റിയിലോ സംസ്ഥാന കമ്മിറ്റിയിലോ സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ പോളിറ്റ് ബ്യൂറോയിലോ കേന്ദ്ര കമ്മിറ്റിയിലോ അല്ലേ പറയാവൂ. ഇനി സുധാകരൻ സാറിന് അവിടെ ഒരിടത്തും പറയാൻ അവസരമില്ലെങ്കിലും പബ്ലിക്കിൽ പറയാവോ? എത്രയോ സഹാക്കളുണ്ട് ആലപ്പുഴ തന്നെ. സുധാകരൻ അവരുടെ വീട്ടിൻ്റെ അടുത്ത് എത്ര സഹാക്കളുണ്ട്. അവരോടൊരു കത്ത് കൊടുത്താൽ അവർ പാർട്ടി കമ്മിറ്റിയിൽ ചർച്ചയല്ലേ? നമ്മുടെ പഴയ സുധാകരൻ സഹാവിന് ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, അത് ചർച്ച ചെയ്യണമെന്ന്. എന്തെല്ലാം വഴികളുണ്ട്. അങ്ങേ ആരാണ് ഇനിയിപ്പോൾ മാർക്സിസം ലെനിനിസവും ഈ പാർട്ടിയുടെ അച്ചടക്കമൊക്കെ പഠിപ്പിക്കേണ്ടത്? അങ്ങ് നിൽക്കുന്നത് ഈ പാർട്ടിയെക്കുറിച്ചൊരു ചുക്കും അങ്ങക്ക് അറിയില്ലെന്നാണോ അങ്ങയുടെ തീരുമാനം? അങ്ങ് തീർച്ചയായിട്ടും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ്. അതുകൊണ്ടാണ് താങ്കളെ ജയിലിൽ കിടന്നിട്ടും താങ്കളെ വിളിക്കാതെ. ഇനിയിപ്പോൾ മറ്റ് പാർട്ടികൾ, വേറെ കുറേ പാർട്ടികളുണ്ട്, BJP, മറ്റൊരുപാട് പാർട്ടികൾ, പിന്നെ നാട്ടിൽ ഒരുപാട് സന്നദ്ധ സംഘടനകളൊക്കെ ഉണ്ട്. അവർ ചിലപ്പോൾ അടിയന്തരാവസ്ഥയിൽ 50ാം വർഷം ആഘോഷിക്കുമ്പോൾ ചിലപ്പോൾ താങ്കളെ വിളിച്ച് പൂമാലയൊക്കെ ഇട്ട് വലിയ ആദരിച്ചെന്നിരിക്കും. എന്തായാലും CPMൻ്റെ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്നിട്ടുള്ള താങ്കളെ വിളിച്ചിട്ടില്ല. പക്ഷെ വിളിച്ചിരിക്കുന്ന വേറെ 1-2 പേരുണ്ട്. അവരെല്ലാം അവർ മാത്രമല്ല കിടന്നത്, പരമ്പരകൾ, അവരുടെ പരമ്പര പിറകോട്ടുള്ള അപ്പൻ അപ്പുപ്പൻ അങ്ങനെ പരമ്പര എടുത്ത എല്ലാവരും ജയിലിലാണ്. നമ്മുടെ ശ്രീകൃഷ്ണനെ പ്രസവിച്ചിട്ട് ജയിലിലൊക്കെ കൊണ്ടുപോയതുപോലെ പിന്നെ ഇത് ജയിലിലാണ് പലരെയും പ്രസവിച്ചത്. സാർ നോക്കൂ, K അനിൽകുമാർ കോട്ടയം സഖാവിനെ പ്രസവിച്ചത് ജയിലിലാണ്. HA സലാം അദ്ദേഹത്തെ പ്രസവിച്ചത് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് സുഖമില്ലാതായാണ് അവിടെ നിന്നാണ് പ്രസവത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഓരോരുത്തരും എല്ലാവരും ജയിലിൻ്റെ മക്കളാണ്. അതും അടിയന്തരാവസ്ഥ സമയത്താണ്. പിന്നെ തലമുറകൾ എടുത്താൽ അവരെല്ലാം ജയിലിൽ കിടന്നവരാണ്. അങ്ങനെയുള്ള ആളുകളെ വിളിക്കുമ്പോൾ ഏറ്റവും ജൂനിയറായിട്ട് ജയിലിൽ കിടന്ന, കുറച്ച് ദിവസം മാത്രം ജയിലിൽ കിടന്ന, SFIയും KSYF ഒക്കെ കൊണ്ടു നടന്ന ഒരു സാധാരണ സുധാകരനെ വിളിക്കേണ്ട ഒരു കാര്യവുമില്ല. വലിയ വലിയ ആളുകൾ ഇരിക്കുന്നിടത്ത് പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് ഒരു കാര്യവുമില്ല. ബാക്കിയുള്ള അനിൽകുമാറും നാസറും പിന്നെ HA സലാമും അവരെല്ലാം പോയി അടിയന്തരാവസ്ഥയുടെ കരാള കഷ്ടങ്ങളിൽ ഭാരതത്തിൻ്റെ അങ്ങ് വടക്ക് തെക്ക് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ ഇടിച്ച് കൊന്ന കേസും രാജൻ കേസും വർക്കല വിജയൻ്റെ കേസും എല്ലാം ചർച്ച ചെയ്യട്ടെ. അതിൽ ഹർഷപുളകിതരായി രോമാഞ്ചം കൊണ്ട് സഹാക്കൾ കൈയടിക്കട്ടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സുധാകരൻ സാറേ, നമുക്ക് രാമായണം വായിക്കാം, വലിയ സ്കോപ്പാണുള്ളത്. അല്ലെങ്കിൽ അങ്ങേക്ക് 4 പ്രസ്താവന നടത്താം. നല്ലതുപോലെ കലാകൗമുദിയിൽ വെടിപ്പായി 4 കവിത എഴുതാം.